പ്രളയത്തിൽ ദുരിതാശ്വാസ സഹായമായി ലഭിച്ച തുക തിരിച്ചടക്കണമെന്ന സർക്കാർ ഉത്തരവിനെതിരെ തിരൂരങ്ങാടി താലൂക്ക് ഓഫീസ് ഉപരോധിച്ച് മുസ്ലിം യൂത്ത് ലീഗ്. തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഉപരോധത്തിൽ സംഘർഷമുണ്ടായി. ഓഫീസിനകത്ത് കുത്തിരിപ്പ് സമരം നടത്തിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. പ്രളയത്തിൽ അകപ്പെട്ടവർക്ക് സർക്കാർ സഹായമായി ലഭിച്ച 20,000 രൂപയിൽ 10,000 രൂപ തിരിച്ചടക്കണമെന്ന തിരൂരങ്ങാടി തഹസിൽദാറുടെ നോട്ടീസിനെതിരെയായിരുന്നു യൂത്ത് ലീഗ് പ്രതിഷേധം. തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് UA റസാഖിന്റെ നേതൃത്വത്തിൽ 10 മണിയോടെ ഓഫീസിന് മുന്നിൽ കുത്തിരിപ്പ് സമരം തുടങ്ങി. മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി ഷെരീഫ് വടക്കയിൽ ഉദ്ഘാടനം ചെയ്തു. കൃത്യം 5 വർഷത്തിന് ശേഷമാണ് ഈ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള പട്ടിണി പാവങ്ങളായിട്ടുള്ള രോഗികളായിട്ടുള്ള ആളുകൾക്ക് ഇത്തരത്തിൽ കത്തുകളൊക്കെ ഈ ലെറ്ററുകളൊക്കെ അയച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യൂത്ത് ലീഗ് ഇവിടെ ആവശ്യപ്പെടുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ആർക്കൊക്കെയാണോ നിങ്ങൾ കത്തയച്ചിട്ടുള്ളത് ആ കത്തയച്ച ആളുകൾക്കൊക്കെ ഡബിൾ എൻട്രി വന്നു എന്ന് പറഞ്ഞിട്ടാണ് കത്തുകൾ അയച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മുഴുവൻ തുകയും സർക്കാർ റൈറ്റ് ഓഫ് ചെയ്യണം. അത് എഴുതി തള്ളിയാൽ പറ്റൂ എന്നാണ് യൂത്ത് ലീഗ് ആവശ്യം. പ്രസംഗത്തിന് ശേഷം തിരൂരങ്ങാടി തഹസിൽദാർ ഇറക്കിയ നോട്ടീസ് കീറിയെറിഞ്ഞ് പ്രതിഷേധിച്ചു. അതിനുശേഷം പ്രവർത്തകർ താലൂക്ക് ഓഫീസിനകത്തേക്ക് കയറി തഹസിൽദാറുടെ ചേംബറിന് മുന്നിൽ കുത്തിരിപ്പ് സമരം ആരംഭിച്ചു. പോലീസ് എത്തി പ്രവർത്തകരെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. സമരം ശക്തമായതോടെ പ്രവർത്തകരെ പോലീസ് ബലമായി അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. ഉപരോധ സമരത്തിന് റിയാസ് തോട്ടുങ്ങൽ, ഉസ്മാൻ കാച്ചടി, അയൂബ് തലാപ്പിൽ, CH അബൂബക്കർ സിദ്ദീഖ്, KP നൌഷാദ്, K മുഈനുൽ ഇസ്ലാം, ബാപ്പുട്ടി ചെമ്മാട്, അലി കുന്നത്തേരി, സാദിഖ് കടുവാളൂർ, കള്ളിയത്ത് കുഞ്ഞ, ജുബൈർ തേറാമ്പിൽ, ഇക്ബാൽ കൊടിങ്ങി എന്നിവർ നേതൃത്വം നൽകി. ഈ ചാനൽ ന്യൂസ് തിരൂരങ്ങാടി. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്,